അപ്പോൾ എന്താണ് രജിസ്ട്രേഷൻ അണ്ടർ GST? അഡ്വാൻറ്റേജസ് ഓഫ് രജിസ്ട്രേഷൻ എന്ന് ആദ്യമേ നോക്കാം. ഒരു വ്യക്തി GST രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അയാളെ എന്ത് ചെയ്യും? സപ്ലയർ ആണ് എന്ന് നമുക്ക് ലീഗലി റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ആ ഒരു രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് അയാൾക്ക് ടാക്സ് കളക്ട് ചെയ്യാനും അയാൾക്ക് ITC അവൈൽ ചെയ്യാനായിട്ടും സാധിക്കുള്ളൂ. ഓക്കെ, അയാൾക്ക് ITC ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. പിന്നെ സപ്ലയേഴ്സിൽ നിന്നും റെസിപ്പിയൻസിലേക്ക് ഒരു സീംലെസ് ഫ്ലോ എന്ന് വെച്ചാൽ നമുക്ക് ഒരു വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ITCയുടെ ഒരു ഫ്ലോ ഉണ്ടാക്കാനായിട്ട് രജിസ്ട്രേഷൻ കൊണ്ട് സാധിക്കും. പിന്നെ ഗവൺമെന്റ് ബിഡ്സിലും അതുപോലെയുള്ള ഗവൺമെന്റ് കോൺട്രാക്റ്റുകളിലെ അസൈൻമെന്റിലൊക്കെ ഉള്ള ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ് GST രജിസ്ട്രേഷൻ. അതുപോലെ തന്നെ ഇപ്പൊ GST രജിസ്ട്രേഷൻ എടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അയാൾക്ക് കസ്റ്റമറിന്റെ ട്രസ്റ്റ് കൂടുതലായിരിക്കും. അപ്പൊ ഇത്രയായിരിക്കും അഡ്വാൻറ്റേജസ് ഓഫ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അയാള് ഒരു ലീഗലി റെക്കഗ്നൈസ്ഡ് സപ്ലയർ ആയിരിക്കും. അയാൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? ടാക്സ് കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്യാനും അതിന് ITC കളക്ട് ചെയ്യാനും സഹായിക്കും. അയാൾക്ക് ITC ക്ലെയിം ചെയ്യാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ എന്താ പറയുക, സീംലെസ് ഫ്ലോ ഉണ്ടാവും. അതായത് സപ്ലയർ ടു റെസിപ്പിയൻ ഇന്റർനാഷണൽ ലെവൽ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഫ്ലോ ഉണ്ടാവും. അതുപോലെ തന്നെ ഗവൺമെന്റ് ബിഡ്സിലും എഗ്രിമെന്റ്സിലും ഒക്കെ എൻട്രി ചെയ്യാനുള്ള ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ്. കസ്റ്റമേഴ്സിന്റെ ട്രസ്റ്റ് ഈസി ആയിട്ട് അവർക്ക് നേടാനായിട്ട് സാധിക്കും. ഇനി ഒരു വ്യക്തിക്ക് പല ബിസിനസ് വെർട്ടിക്കൽസ് ഉണ്ട്, പല ടൈപ്സ് ഓഫ് ബിസിനസ് ഉണ്ട് എങ്കിൽ അയാൾക്ക് മൾട്ടിപ്പിൾ രജിസ്ട്രേഷൻ പോസിബിൾ ആണ്. അങ്ങനെ മൾട്ടിപ്പിൾ രജിസ്ട്രേഷൻ പോസിബിൾ ആണെങ്കിൽ ഒന്ന് ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ടും 2 എന്ന് പറയുന്നത് ഔട്ട്പുട്ട് സപ്ലൈക്ക് വേണ്ടിയിട്ടും. ഈ 2 രീതിയിലായിരിക്കും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? മൾട്ടിപ്പിൾ രജിസ്ട്രേഷൻസ് എടുക്കാൻ പറ്റുന്നത്. വൺ is ISD ആൻഡ് അതർ ഫോർ ഔട്ട്വേർഡ് സപ്ലൈ. ഇനി രജിസ്ട്രേഷൻ അണ്ടർ GSTയിലേക്ക് വരുമ്പോൾ നമുക്ക് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഇതാണ്: സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സ് ആണോ എന്ന് നോക്കുക. സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സ് ആണെങ്കിൽ 10 ലക്ഷത്തിൽ കൂടുതലാണ് ടേൺ ഓവർ എങ്കിൽ മാത്രം അവർക്ക് എന്ത് ചെയ്താൽ മതി? രജിസ്ട്രേഷൻ എടുത്താൽ മതി. 10 ലക്ഷമോ അതിൽ കുറവാണെങ്കിൽ രജിസ്ട്രേഷന്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ നോർമൽ സ്റ്റേറ്റ്സിനാണെങ്കിൽ നമ്മൾ സ്പെഷ്യൽ കാറ്റഗറി ഒന്നും അല്ലെങ്കിൽ 20 ലക്ഷത്തിൽ കൂടിയാൽ മാത്രം അവർ എന്ത് ചെയ്താൽ മതി? രജിസ്ട്രേഷൻ എടുത്താൽ മതി. ഇനി ഏതൊക്കെയാണ് നിലവിൽ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്? മണിപ്പൂർ, മിസോറാം, നാഗാലാൻഡ്, ത്രിപുര. ഓക്കെ, മണിപ്പൂർ, മിസോറാം, നാഗാലാൻഡ്, ത്രിപുര, ഈ 4 സ്റ്റേറ്റ്സ് ആണ് ഇപ്പൊ നിലവിൽ നമുക്ക് 10 ലക്ഷത്തിന്റെ ഈ ഒരു ലിമിറ്റ് ഉള്ളത്. ഇൻക്ലൂഡിംഗ് ജമ്മു കാശ്മീർ മറ്റ് സ്റ്റേറ്റ്സിനെല്ലാം 20 lakhs ആണ് ലിമിറ്റ്. അതായത് 20 ലക്ഷത്തിൽ കൂടിയാൽ മാത്രം അവര് രജിസ്ട്രേഷൻ എടുത്താൽ മതി. പക്ഷെ എന്താ ചെയ്യണേ? 10 ലക്ഷത്തിൽ കൂടിയാൽ മാത്രം മണിപ്പൂര്, മിസോറാം, നാഗാലാൻഡ് ആൻഡ് ത്രിപുരയ്ക്ക് എടുക്കണം. ഓക്കെ, ഇനി ചിലർക്ക് ഇപ്പൊ ഈ ഒരു ലിമിറ്റിൽ താഴെയായിരിക്കും, വിച്ച് മീൻസ് 20 ലക്ഷത്തിൽ താഴെയായിരിക്കും അവരുടെ ടേൺ ഓവർ വന്ന് കിടക്കുന്നത്. പക്ഷെ അവർക്ക് GST രജിസ്ട്രേഷൻ എടുക്കാം. ഓക്കെ, അങ്ങനെ എടുക്കുകയാണെങ്കിൽ അവരുടെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് അവരെയും ഒരു സപ്ലയർ എന്നുള്ള നിലയിൽ ഒരു ലീഗൽ റെക്കഗ്നിഷൻ അവർക്ക് കിട്ടും. അവർക്ക് എന്ത് ചെയ്യാം? ITC പ്രൊവൈഡ് ചെയ്യാം കസ്റ്റമേഴ്സിന്. അതുപോലെ തന്നെ അവര് മറ്റുള്ളവരെക്കാൾ കൂടുതലായിട്ട് കോമ്പറ്റേറ്റീവ് ആയിട്ട് മാറും. അതുപോലെ തന്നെ അവർക്ക് ITC എടുക്കാനായിട്ട് സാധിക്കും. സ്വയം അവർക്ക് ITC ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇന്റർ സ്റ്റേറ്റ് ഗുഡ്സിന്റെ സെയിലിന് വിതൗട്ട് റെസ്ട്രിക്ഷൻ അവർക്ക് ചെയ്യാം. അതായത് അത് നമ്മൾ ഇനി പഠിക്കും. ഓക്കെ, ഇന്റർ സ്റ്റേറ്റ് ആണ് ഗുഡ്സിന്റെ സെയിൽ നടക്കുന്നതെങ്കിൽ ഇപ്പൊ കേരള ടു തമിഴ്നാട് അല്ലെങ്കിൽ കർണാടക ടു ആന്ധ്രാപ്രദേശ് ഇങ്ങനെയുള്ള ഇന്റർ സ്റ്റേറ്റ് ആണെങ്കിൽ അത് അവർക്ക് ഒരു എന്താ പറയുക തടസ്സവും ഇല്ലാണ്ട് അവർക്ക് അത് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നമ്മൾ എന്താ പറയണേ? എന്താണ് അഗ്രിഗേറ്റ് ടേൺ ഓവർ? നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നില്ല. അതായത് ഇപ്പൊ 20 lakhsൽ കൂടുതലാണെങ്കിൽ 10 lakhsൽ കൂടുതലാണെങ്കിൽ അപ്പൊ എന്താണ് അഗ്രിഗേറ്റ് ടേൺ ഓവർ? ഈ അഗ്രിഗേറ്റ് ടേൺ ഓവർ നമുക്ക് എല്ലാം കൂട്ടാം, ഇൻക്ലൂഡിങ് എക്സ്പോർട്ട്, എക്സംപ്റ്റഡ് ഗുഡ്സ്, ഡിസ്റ്റിങ്ക്ട് പേഴ്സൺ, ഏജന്റ് പ്രിൻസിപ്പിൾ എല്ലാം നമുക്ക് കൂട്ടാനായിട്ട് സാധിക്കും. എക്സ്ക്ലൂഡിങ് എന്ത് മാത്രമാണ് അവിടെ എക്സ്ക്ലൂഡ് ചെയ്യുന്നുള്ളൂ? ആസിയം നമുക്ക് അഗ്രിഗേറ്റ് ടേൺ ഓവറിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല. GSTയുടെ ഒരു കമ്പോണൻസും CGST, SGST, IGST ഒന്നും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ കോമ്പൻസേഷൻ സെസ്, അതായത് RCM, GST ആൻഡ് കോമ്പൻസേഷൻ സെസ്, ഇത് 3 നമുക്ക് അഗ്രിഗേറ്റ് ടേൺ ഓവറിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പാടില്ല. ഇനി ആർക്കാണ് രജിസ്ട്രേഷൻ എടുക്കേണ്ടാത്തത്? ഏതൊക്കെ വ്യക്തികൾക്കാണ് രജിസ്ട്രേഷന്റെ ആവശ്യമില്ലാത്തത്? ഒന്ന്, ഏത് വ്യക്തികളാണോ GSTയുടെ പരിധിയിൽ പെടാത്ത ഗുഡ്സ് സെയിൽ ചെയ്യുന്നത് അവർക്ക് GST അടയ്ക്കേണ്ട ആവശ്യമേ ഇല്ല. അങ്ങനെയുള്ളവർക്ക് എടുക്കേണ്ട. അഗ്രികൾച്ചറലിസ്റ്റിന് എടുക്കേണ്ട. അതുപോലെ തന്നെ ഗവൺമെന്റ് ആസ് പെർ റെക്കമെൻഡേഷൻ ഓഫ് ദ കൗൺസിൽ ഇന്ന വ്യക്തികൾക്ക് എടുക്കേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കും എടുക്കണ്ട. ഓക്കെ, അപ്പൊ GSTയുടെ പരിധിയിൽ വരാത്തവർക്ക്, അതുപോലെ തന്നെ അഗ്രികൾച്ചറലിസ്റ്റിന്, പിന്നെ എന്താണ് GST കൗൺസിലിന്റെ റെക്കമെൻഡേഷനിൽ ഗവൺമെന്റ് പറയുന്ന വ്യക്തികൾക്ക് GST
രജിസ്ട്രേഷൻ എടുക്കേണ്ട ആവശ്യമില്ല. ഇനി ആർക്കൊക്കെയാണ് കമ്പൽസറി രജിസ്ട്രേഷൻ എടുക്കേണ്ടത്? ഇന്റർ സ്റ്റേറ്റ് ഗുഡ്സിന്റെ സപ്ലൈ ആണ് നടത്തുന്നത് എങ്കിൽ അവർക്ക് കമ്പൽസറി ആയിട്ടും GST രജിസ്ട്രേഷൻ എടുക്കണം. അതുപോലെ തന്നെ ഒരു കാഷ്വൽ ടാക്സബിൾ പേഴ്സണ്, ഒരു റിവേഴ്സ് ചാർജ് മെക്കാനിസം ഫോളോ ചെയ്യുന്ന വ്യക്തിക്ക്, ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റേഴ്സിന്, നോൺ റെസിഡന്റിന്, TDS ഒക്കെ അവൈൽ ചെയ്യാൻ കട്ട് ചെയ്യണം അങ്ങനെയുള്ള ആവശ്യമുള്ളവർക്ക്, ഏജന്റിന്, ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂഷൻ, OIDAR, ISDയും OIDARും ഈ പറയുന്ന ECO, RCM ഇതൊക്കെ നമ്മൾ പഠിക്കും. സച്ച് അതർ പേഴ്സൺ നോട്ടിഫൈഡ് ബൈ ഗവൺമെന്റ് ഓൺ റെക്കമെൻഡേഷൻ ഓഫ് കൗൺസിൽ. ഇത്രയും പേർക്ക് കമ്പൽസറി രജിസ്ട്രേഷൻ അണ്ടർ സെക്ഷൻ 24 ആവശ്യമാണ്. ഏതൊക്കെയാണ്? ഇന്റർസ്റ്റേറ്റ് സപ്ലൈ ഓഫ് ഗുഡ്സ് നടത്തുന്നവർക്ക്. നമുക്ക് ഇനി പഠിക്കാനുള്ള പോർഷൻസിൽ നമ്മൾ ഓർത്തിരിക്കാൻ പോകുന്നത് ഈ ഇന്റർസ്റ്റേറ്റ് സപ്ലൈ ഓഫ് ഗുഡ്സ് നടത്തുന്നവര് ISD, കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ, OIDAR, ECO ഇതൊക്കെ നമ്മൾ ഓർത്തിരിക്കും. പിന്നെ നമ്മൾ ഓൾറെഡി കുറച്ചു മുമ്പ് പറഞ്ഞു, അതായത് നമ്മള് RCMന്റെ കേസ് പറഞ്ഞു. അപ്പൊ RCM എടുക്കുന്നവർക്കും എന്ത് ചെയ്യണം? കമ്പൽസറി ആയിട്ട് അവർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ. പിന്നെ നോൺ റെസിഡന്റ് അങ്ങനെയുണ്ട്. ഇനി നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇന്റർസ്റ്റേറ്റ് ഗുഡ്സ് ആണെങ്കിൽ അവർ കമ്പൽസറി ആയിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കണം. അത് നമ്മള് ഇപ്പൊ അതിനകത്ത് ഈ ലിമിറ്റ് ഒന്നും നോക്കൂലേ. ഈവൻ തോ ഇപ്പൊ 5 ലക്ഷം ആണെങ്കിൽ കൂടി, അഗ്രിഗേറ്റ് ടേൺ ഓവർ 5 ലക്ഷം ആണെങ്കിൽ കൂടി അവർ കമ്പൽസറി ആയിട്ട് രജിസ്റ്റർ ചെയ്യണം. പക്ഷെ ഇന്റർസ്റ്റേറ്റ് സർവീസ് ആണെങ്കിൽ അവിടെ 20 ലക്ഷം അല്ലെങ്കിൽ 10 ലക്ഷത്തിന് ലിമിറ്റ് അവൈലബിൾ ആണ്. ആ ലിമിറ്റ് കടന്നു കഴിഞ്ഞാൽ മാത്രം അവർ രജിസ്ട്രേഷൻ എടുത്താൽ മതി. ഗുഡ്സ് ആണെങ്കിൽ കമ്പൽസറി രജിസ്ട്രേഷൻ എടുക്കണം. ഇനി നമുക്ക് പഠിക്കാനുള്ള എന്താണ് കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ എന്നുള്ളതാണ്. who occasionally undertakes transactions. അവരെന്താ ചെയ്യുന്നത്? ട്രാൻസാക്ഷൻസ് വളരെ ഒക്കേഷണലി, എന്ന് വെച്ചാൽ അവർക്ക് സ്ഥിരം അങ്ങനെ ഒരു ട്രാൻസാക്ഷൻസ് ഒന്നുമില്ല. വല്ലപ്പോഴും എവിടെയെങ്കിലും ഓരോ ട്രാൻസാക്ഷൻസ് ആണെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികൾക്ക് അവർക്ക് ഒരു ഫിക്സഡ് പ്ലേസ് ഓഫ് ബിസിനസ് ഒന്നും ഉണ്ടാവില്ല. ഇവരുടെ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ ആണെങ്കിൽ അവരുടെ രജിസ്ട്രേഷൻ കമ്പൽസറി ആണ്. അവർക്ക് ഒരിക്കലും കോമ്പോസിഷൻ ലെവി അനുസരിച്ച് രജിസ്ട്രേഷൻ എടുക്കാനായിട്ട് പറ്റില്ല. അതുപോലെ തന്നെ അവരുടെ ബിസിനസ് എന്നാണ് അവർ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിന് 5 ദിവസം മുമ്പെങ്കിലും അവരെന്ത് ചെയ്യണം? രജിസ്ട്രേഷൻ എടുക്കണം. ഇവർക്ക് അങ്ങനെ സ്പെഷ്യൽ ഫോം ഒന്നുമില്ല. നോർമലി നമ്മൾ രജിസ്ട്രേഷൻ എടുക്കുന്ന GST REG 01 തന്നെയാണ് അവർ രജിസ്റ്റർ ചെയ്യേണ്ടത്. ഇനി ഇവര് രജിസ്ട്രേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഇവരുടെ പാൻ നമ്പർ, മൊബൈൽ നമ്പർ, ഇമെയിൽ അഡ്രസ്, അതുപോലെ തന്നെ അവർ ഏത് സ്റ്റേറ്റ് ആണ്, യൂണിയൻ ടെറിട്ടറി ആണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിക്ലെയർ ചെയ്യണം. ഇതെല്ലാം ചെയ്യേണ്ടത് GST REG 01 എന്ന് പറയുന്ന കോമൺ പോർട്ടലിലെ ആ ഫോമിന്റെ പാർട്ട് എയിലാണ്. ഇനി എന്താ ചെയ്യുന്നത്? പാൻ നമ്പറിനെ ഓൺലൈൻ അവര് വാലിഡേറ്റ് ചെയ്യും. ഇതെല്ലാം നമ്മളിപ്പോ ഈ കൊടുത്ത പാൻ നമ്പർ, ഇമെയിൽ അഡ്രസ്, ഫോൺ നമ്പർ ഇതൊക്കെ വാലിഡേറ്റ് ചെയ്യണം. അപ്പൊ പാൻ നമ്പറിനെ ഇപ്പൊ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസ് CBDT അവര് തന്നെ ഈ പാൻ നമ്പറിനെ എന്ത് ചെയ്യും? അവരുടെ ഡേറ്റാബേസ് വഴി വാലിഡേറ്റ് ചെയ്തോളും. മൊബൈൽ നമ്പറും ഇമെയിലും ഒക്കെ OTP വാലിഡേറ്റ് ചെയ്യും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സക്സസ്ഫുൾ ആയിട്ട് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടെമ്പററി റെഫറൻസ് നമ്പർ ജനറേറ്റ് ചെയ്യും. അതെല്ലാ ആപ്ലിക്കൻസിലേക്കും അതിന്റെ ആ റെഫറൻസ് നമ്പർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഈ ഒരു റെഫറൻസ് നമ്പർ ഉപയോഗിച്ചുകൊണ്ട് ആപ്ലിക്കന്റിന് എന്ത് ചെയ്യാം? അവരുടെ ആപ്ലിക്കേഷൻ ഇലക്ട്രോണിക്കലി സബ്മിറ്റ് ചെയ്യാം പാർട്ട് ബിയില്. അതായത് GST REG 1 എന്ന് പറഞ്ഞാൽ അപ്പൊ എന്താണ്? അവരുടെ ആപ്ലിക്കേഷൻ മേക്ക് ചെയ്യുന്നു, ഡിക്ലെയർ ചെയ്യുന്നു. അതിനുശേഷം ഈ സംഭവങ്ങളെല്ലാം, അതായത് ഇപ്പം എന്താണ് പാൻ ആയാലും മൊബൈൽ ആണെങ്കിലും എല്ലാം വെരിഫൈ ചെയ്യുമ്പോൾ അവർക്കൊരു റെഫറൻസ് നമ്പർ കിട്ടും. ആ റെഫറൻസ് നമ്പർ വെച്ചിട്ടാണ് GST REG 01 പാർട്ട് ബി അവർ ഫില്ല് ചെയ്യുന്നത്. ഓക്കെ. എന്നിട്ട് അത് ഡ്യൂലി സൈൻ ചെയ്യണം, വെരിഫൈ ചെയ്യണം. ത്രൂ ഇലക്ട്രോണിക് വെരിഫിക്കേഷൻ കോഡ് വഴിയാണ് അത് വെരിഫൈ ചെയ്യുന്നത്, എലോങ് വിത്ത് മറ്റു ഡോക്യുമെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട്. ഇനി എന്താണ് അഡ്വാൻസ് പേയ്മെന്റ് ഓഫ് ടാക്സ്? അതായത് ഒരു കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ അയാൾക്ക് രജിസ്ട്രേഷൻ കിട്ടുന്നതിന് മുമ്പേ തന്നെ അയാളുടെ ആ ഒരു നടക്കാൻ പോകുന്ന ട്രാൻസാക്ഷൻസിന്റെ എസ്റ്റിമേറ്റഡ് ടാക്സ് ലയബിലിറ്റി എത്രയാണ് എന്ന് സ്വയം വിലയിരുത്തി അത് അഡ്വാൻസ് ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമാണ് അവർക്ക് ഒരു ടെമ്പററി റെഫറൻസ് നമ്പർ കിട്ടത്തുള്ളൂ. പിന്നെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ ഈ എന്താണ് ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിൽ ആ ഒരു അഡ്വാൻസ് ടാക്സ് ഡെപ്പോസിറ്റഡ് ആയിരിക്കണം. അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിൽ വരും, ആ ക്യാഷ് ടാക്സബിൾ പേഴ്സന്റെ. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ GST REG 2 ഒരു അക്നോളജ്മെന്റ് ഈ പറയുന്ന ആപ്ലിക്കന്റിന് കൊടുക്കും. എല്ലാം ശരിയായി, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു സംഭവം എന്താണ് ആ ഒരു ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് നിങ്ങളുടെ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു അക്നോളജ്മെന്റ് കിട്ടും. ഇനി എത്ര നാളാണ് ഈ രജിസ്ട്രേഷന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത്? മാക്സിമം 90 days ആണ് ഈ ഒരു കാഷ്വൽ ടാക്സബിൾ പേഴ്സണിന് കിട്ടുന്ന വാലിഡിറ്റി.
ആ രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ വേണമെങ്കിൽ അത് 90 ഡേയ്സും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഇതിന് കുറച്ച് റിട്ടേൺസ് ഉണ്ട്. ഫോം GSTR 1 അതിനകത്ത് ഔട്ട്വേർഡ് സപ്ലൈയുടെ ഡീറ്റെയിൽസ് ആണ്. അത് ഫോളോയിങ് മന്ത് 10th ആ ഫോം GSTR 1 സബ്മിറ്റ് ചെയ്യേണ്ടത്. ഫോം GSTR 2 എന്ന് പറയുന്നത് ഇൻവേർഡ് സപ്ലൈയായിട്ട് ബന്ധപ്പെട്ടാണ്. അത് നെക്സ്റ്റ് മന്ത്, അത് ഫോളോയിങ് മന്തില് 10ന് ശേഷം എന്നാൽ 15-ാം തീയതിക്ക് മുമ്പുമായിട്ട് 10 to 15 ഇടയ്ക്ക് സബ്മിറ്റ് ചെയ്യണം. ഫോം GSTR 3 15ന് ശേഷം എന്നാൽ 20ക്ക് മുമ്പായിട്ടും സബ്മിറ്റ് ചെയ്യണം. ഇവിടെ ഒരിക്കലും ഒരു കാഷ്വൽ ടാക്സബിൾ പേഴ്സണ് ആനുവൽ റിട്ടേൺ സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാഷ്വൽ ടാക്സബിൾ പേഴ്സണ് ITC അവൈൽ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി എന്തെങ്കിലും റീഫണ്ട് ഉണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഓൾറെഡി അഡ്വാൻസ് ടാക്സ് നമ്മളൊരു പ്രീ എസ്റ്റിമേറ്റ് ചെയ്തിട്ട് ഇട്ടകനാണ്. അതിൽ നമ്മളിപ്പോൾ ചിലപ്പോൾ എസ്റ്റിമേറ്റ് ചെയ്ത് കൂടിപ്പോയി, അപ്പം നമുക്ക് തിരിച്ച് പൈസ കിട്ടണം അല്ലേ, കൂടുതലായിട്ട് നമ്മൾ അടച്ച എമൗണ്ട് തിരിച്ചു കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഫോം GSTR 3 എന്ന ആ റിട്ടേൺ നമ്മൾ സബ്മിറ്റ് ചെയ്യില്ലേ, അതിൽ സീരിയൽ നമ്പർ 14 ഇതിന്റെ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടത്. അടുത്തതായിട്ട് എന്താണ് ഒരു നോൺ റെസിഡന്റിന്റെ ഫോർമാലിറ്റീസ് നോക്കാം. ഇപ്പൊ നമ്മൾ കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ പഠിച്ചു, അതുപോലെ NR എങ്ങനെയാണെന്ന്. NRഉം കാഷ്വൽ ടാക്സബിൾ പേഴ്സണെ പോലെ തന്നെ 5 ഡേയ്സിന് അറ്റ്ലീസ്റ്റ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് 5 ഡേയ്സിന് മുമ്പെങ്കിലും രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടായിരിക്കണം. NR എടുക്കേണ്ടത് ഫോം GST REG 09 അയാളുടെ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യേണ്ടത്. കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ ആയിരുന്നു, അപ്പം GST REG 01 തന്നെയായിരുന്നു. ഇയാള് അതായത് NR GST REG 09 ഇനി എന്താ ചെയ്യേണ്ടത്, അയാളുടെ ആപ്ലിക്കേഷൻ ഇലക്ട്രോണിക്കലി സബ്മിറ്റ് ചെയ്യണം. അന്നേരം അയാൾക്ക് വേണ്ടത് ഒരു സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി ആയിരിക്കും. എന്തിന്റെയൊക്കെ? വാലിഡ് പാസ്പോർട്ട്. കാരണം ഇയാളുടെ NR ആണ്, അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് പാസ്പോർട്ട് തന്നെയായിരിക്കും. അതുപോലെ തന്നെ സൈൻഡ് ആയിരിക്കണം, വെരിഫൈഡ് ആയിരിക്കണം. എങ്ങനെ? ഇലക്ട്രോണിക് വെരിഫിക്കേഷൻ കോഡ് വഴി. അപ്പൊ അത് GST REG 09 ഉണ്ടായിരിക്കണം. ഇനി NR എന്ന് പറയുന്ന വ്യക്തി ഒരു ബിസിനസ് എൻറ്റിറ്റി ആണ് എങ്കിൽ അയാളുടെ ടാക്സ് ഐഡന്റിഫിക്കേഷൻ നമ്പർ, അല്ലെങ്കിൽ അയാൾ ഏത് രാജ്യത്തെ റെപ്രസെന്റ് ചെയ്യുന്നതാണോ ആ രാജ്യത്തിന്റെ പാൻ അവൈലബിൾ ആണെങ്കിൽ അത്, അല്ലെങ്കിൽ എന്താണോ അവിടെ അവരെ ഐഡന്റിഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് അത് ഉണ്ടായിരിക്കണം. ഇനി ആ NRന്റെ ആപ്ലിക്കേഷനെ സൈൻ ചെയ്യാനായിട്ട് ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു റെസിഡന്റ് പേഴ്സൺ ഇൻ ഇന്ത്യ അത് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം? സൈൻ ചെയ്ത് അത് ഓതറൈസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇനി ഇതെല്ലാം വെരിഫൈ ചെയ്തിട്ട് അവർക്കൊരു റെഫറൻസ് നമ്പർ കൊടുക്കും. ആ റെഫറൻസ് നമ്പർ യൂസ് ചെയ്ത് സെയിം ലൈക്ക് കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ ഇവരും ഒരു അഡ്വാൻസ് ടാക്സ് ഡെപ്പോസിറ്റ് ചെയ്യണം. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? അങ്ങനെ സർട്ടിഫിക്കറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു രജിസ്ട്രേഷൻ ഇലക്ട്രോണിക്കലി ആണ് അവർക്ക് ഇഷ്യൂ ചെയ്യുക. ആ ഒരു ഡെപ്പോസിറ്റ് ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിൽ ക്രെഡിറ്റ് ആയതിനു ശേഷം മാത്രം. ഓക്കെ, ഇവർക്കും 90 ദിവസമാണ് രജിസ്ട്രേഷന്റെ വാലിഡിറ്റി. പിന്നെയും 90 ദിവസം ഇവർക്ക് എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ ഇവരൊരു എക്സ്ട്രാ ഫോം കൊടുക്കണം. അതാണ് GST REG 11. അതായത് നോൺ റെസിഡന്റ് അവരുടെ ആപ്ലിക്കേഷൻ അയക്കണ GST REG 09 ആൻഡ് അതെ ആ 90 ഡേയ്സിലേക്കായിരിക്കും അവർക്കൊരു അത് സാങ്ഷൻ ആവുന്നത്. അത് എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ GST REG 11 ആണ് ഇതിലെടുക്കേണ്ടത്. ഇവർക്ക് എന്താണ് ITC അവൈൽ ചെയ്യാനായിട്ട് പറ്റില്ല. അതുപോലെ തന്നെ ഇവർ ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിന് ITC കിട്ടും. പക്ഷെ ഇവർക്ക് ഇയാൾ ആർക്കാണോ ഇമ്പോർട്ട് ചെയ്യണേ അയാൾക്ക് എടുക്കാൻ പറ്റും, പക്ഷെ ഇയാൾക്ക് ഒരിക്കലും ITC അവൈൽ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ നമുക്ക് കാഷ്വൽ ടാക്സബിൾ പേഴ്സണും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ കാഷ്വൽ ടാക്സബിൾ പേഴ്സണ് ITC അവൈൽ ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നു, നോൺ റെസിഡന്റിന് ITC അവൈൽ ചെയ്യാനായിട്ട് സാധിക്കില്ല. കാഷ്വൽ ടാക്സബിൾ പേഴ്സണ് ഫോം GST REG 01, നോൺ റെസിഡന്റിന് GST REG 09. ഇവർക്ക് 90 ഡേയ്സ് എക്സ്ട്രാ വേണമെങ്കിൽ GST REG 11 സബ്മിറ്റ് ചെയ്യണം. ഇനി റിട്ടേൺ, ഇവരുടെ റിട്ടേൺ GSTR 5 അത് ഇലക്ട്രോണിക്കലിയോ അല്ലെങ്കിൽ ഡയറക്ട്ലിയോ റിട്ടേൺ സബ്മിറ്റ് ചെയ്യാം. GSTR 5 അവിടെ GSTR 1 ഉണ്ടായിരുന്നു, 2 ഉണ്ടായിരുന്നു, 3 ഉണ്ടായിരുന്നു. ഇവിടെ GSTR 5 ആണ്. ഇത് വിത്തിൻ 20 days ഓഫ് ദ കലണ്ടർ മന്ത് ഓർ 7 days ആഫ്റ്റർ ലാസ്റ്റ് ഡേ ഓഫ് വാലിഡിറ്റി പീരീഡ് വിച്ചെവർ ഈസ് ഏർലിയർ. അത് നമ്മൾ നോക്കുക. കലണ്ടർ മന്തിന് 20 ഡേയ്സിന് ശേഷം അല്ലെങ്കിൽ എന്താണ് ലാസ്റ്റ് ഡേ ഓഫ് വാലിഡിറ്റി പീരീഡിന് 7 ഡേയ്സിനുള്ളിൽ ഇവരിത് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇനി റീഫണ്ട്, ഇവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള റീഫണ്ട്, ഇതിപ്പോ നമ്മൾ അഡ്വാൻസ് ടാക്സ് ഇവരും എസ്റ്റിമേറ്റ് ചെയ്ത് ഡെപ്പോസിറ്റ് ചെയ്യണമല്ലോ. അപ്പൊ റീഫണ്ട് വേണമെങ്കിൽ അവരെല്ലാ റിട്ടേൺസും കമ്പൽസറി ആയിട്ട് സബ്മിറ്റ് ചെയ്തിട്ടതിന് ശേഷം മാത്രമേ റീഫണ്ട് കിട്ടുള്ളൂ. സീരിയൽ നമ്പർ 13 ഓഫ് GSTR 5. കാഷ്വൽ ടാക്സബിൾ പേഴ്സന്റെ കേസിൽ എങ്ങനെയായിരുന്നു? സീരിയൽ നമ്പർ 14 ആയിരുന്നു GSTR 3. ഇവിടെ സീരിയൽ നമ്പർ 13 ആണ് GSTR 5. ഇനി നമ്മൾ അടുത്തൊരു ഇമ്പോർട്ടന്റ് ടോപ്പിക്കിലേക്ക് പോവാണ്. അതാണ് ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ. ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ മെക്കാനിസം എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ
ഇപ്പോൾ നമുക്കിപ്പോൾ ക്രെഡിറ്റ് എങ്ങനെയാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ITC എങ്ങനെയാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ്. ISD mechanism is only for distributing the credit on common invoices pertaining to input services only. ഇത് ഇൻപുട്ട് സർവീസുകൾക്ക് മാത്രമുള്ളൊരു കാര്യമാണ്. അതായത് ഇപ്പം ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ഹെഡ് ഓഫീസിന് പല ബ്രാഞ്ചസ് ഉണ്ട്. അപ്പൊ ഈ ബ്രാഞ്ചസിലൂടെ ആയിരിക്കും ഈ ഹെഡ് ഓഫീസ് അവരുടെ സെയിൽ നടത്തുന്നത്. അപ്പൊ അവർക്ക് ഔട്ട്പുട്ട് ലയബിലിറ്റി വരുമ്പോൾ, അല്ലെങ്കിൽ അവർ സെയിൽ നടക്കുമ്പോഴാണ് അവർക്ക് അതിൽ നിന്നാണ് അവരുടെ ITC അവർക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ എന്താ ചെയ്യണേന്ന് വെച്ചാൽ ഇവരുടെ ഹെഡ് ഓഫീസ് എന്ത് ചെയ്യും, അവരുടെ ടേൺ ഓവറിന് പ്രപ്പോർഷനേറ്റ് ആയിട്ട് പ്രോ റേറ്റ ബേസിസിൽ ഏത് വഴിയാണോ നമ്മുടെ സെയിൽ നടക്കുന്നത് അവർക്ക് തന്നെ. ഓക്കെ, അപ്പൊ അങ്ങനെ പ്രപ്പോർഷനേറ്റ് ബേസിസിൽ എന്ത് ചെയ്യും, ഇവരുടെ ഈ ITC ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ITC യൂസ് ചെയ്യണമെങ്കിൽ അവരെന്തായിരിക്കണം, ഒരു ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ ആയിരിക്കണം. ISD ആണെങ്കിൽ അവരെന്ത് ചെയ്യണം, കമ്പൽസറി രജിസ്ട്രേഷൻ എടുക്കണം ഇൻ ഫോം GST RAG 1. GST RAG 1 എന്ന് പറയുന്ന ഫോമിൽ അവരെന്ത് ചെയ്യണം, കമ്പൽസറി രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടായിരിക്കണം. നോ ത്രെഷോൾഡ് ലിമിറ്റ്, അവർക്ക് ലിമിറ്റ് ഒന്നുമില്ല, എന്ന് വെച്ചാൽ കമ്പൽസറി ആയിട്ട് അവർ രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടായിരിക്കണം. ഇനി എങ്ങനെയാണ് ഒരു ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ ITC ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടതെന്ന്. അപ്പൊ ITC ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആദ്യം അവരൊരു ISD ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടറിന്റെ ഒരു ഇൻവോയ്സ് ഉണ്ട് ആസ് പെർ റൂൾ 54 സബ്സെക്ഷൻ 1. ആ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടറിന്റെ ISD ഇൻവോയ്സ് അവർ ഇഷ്യൂ ചെയ്യണം. ഒരു മാസം അവർക്ക് അവൈലബിൾ ആവുന്ന ITC ആ മാസം തന്നെ അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. അത് ഫോം GSTR 6 അതിന്റെ ഡീറ്റെയിൽസ് പറയേണ്ടത്. ഓക്കെ, ഇപ്പോഴാണ് ഇതിനകത്തൊരു ഫോം തന്നെ, ഫോം GSTR 6. ഫോം RAG 1 രജിസ്ട്രേഷൻ കമ്പൽസറി രജിസ്ട്രേഷൻ സാധാ പോലെ തന്നെയാണ്. പക്ഷെ ഇവര് ITC ഒരു മന്തിന് ആ മന്ത് തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പം അത് ഫോം GSTR 6 ആണത് പറയേണ്ടത്. ഓക്കെ, ഡിസ്ട്രിബ്യൂട്ട് ബോത്ത് എലിജിബിൾ ആൻഡ് ഇൻഎലിജിബിൾ ITC. ഇവര് എലിജിബിൾ ITCയും ഇൻഎലിജിബിൾ ITCയും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഇനി എങ്ങനെയാണ് ഇവർ ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്, മാനർ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ITC ബൈ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ. ക്രെഡിറ്റ് ഹാസ് ടു ബി ഡിസ്ട്രിബ്യൂട്ടഡ് ഓൺലി ടു ദ യൂണിറ്റ് ടു വിച്ച് സപ്ലൈസ് ഡയറക്ട്ലി അട്രിബ്യൂട്ടബിൾ ടു. അതായത് ഇപ്പൊ ഒരു ഹെഡ് ഓഫീസിന് 4 ബ്രാഞ്ചസ് ഉണ്ട്. ആ 4 ബ്രാഞ്ചസും ചിലപ്പോൾ ഒരു സെയിൽ നടത്തുന്നില്ല. ചിലപ്പോൾ ഏതെങ്കിലും ഒരു എന്താണ് ഒരു ബ്രാഞ്ചിൽ നിന്ന് മാത്രമായിരിക്കും ചിലപ്പോൾ സപ്ലൈ നടന്നിട്ടുണ്ടാവുക. ആ സപ്ലൈ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ക്രെഡിറ്റ് ആണെങ്കിൽ അത് അതിന് തന്നെ കൊടുക്കണം. ഈ 4 എണ്ണത്തിനും കോമൺ ആയിട്ടുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടേൺ ഓവറിന്റെ ബേസിസിൽ പ്രപ്പോർഷനേറ്റ് ആയിട്ട് കൊടുക്കുന്നത്. അല്ലാണ്ട് ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ ഇപ്പൊ മുംബൈ, ചെന്നൈ, കൊൽക്കത്ത എന്നൊക്കെ പറഞ്ഞ കുറെ യൂണിറ്റ്സ് ഉണ്ടെന്ന് വെച്ചോ, അതിൽ നമ്മളോട് ഇപ്പൊ ക്വസ്റ്റ്യൻ എടുത്ത് പറഞ്ഞിരിക്കുകയാണ് മുംബൈയുടെ തന്നെയാണ് 3 lakh എന്ന് പറഞ്ഞാൽ മുംബൈക്ക് തന്നെ കൊടുക്കണം. കോമൺ ആയിട്ട് 5 ലക്ഷം ഉണ്ടെന്ന് പറഞ്ഞാൽ അതാണ് നമ്മൾ ഈ യൂണിറ്റ്സിന്റെ ബേസിസിൽ ടേൺ ഓവറിന്റെ ബേസിസിൽ പ്രപ്പോർഷനേറ്റ് ആയിട്ട് കൊടുക്കേണ്ടത്. ഓക്കെ, ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ടേൺ ഓവറിന്റെ പ്രോറേറ്റ ബേസിസിലായിരിക്കും, ഓൾറെഡി പറഞ്ഞു. പിന്നെ റിട്ടേൺ എന്ന് പറഞ്ഞാൽ ഇവര് മന്ത്ലി റിട്ടേൺ സബ്മിറ്റ് ചെയ്യണം. അതായത് ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ മന്ത്ലി GSTR 6 റിട്ടേൺ സബ്മിറ്റ് ചെയ്യണം. നമ്മൾ ഓൾറെഡി പറഞ്ഞു, കുറച്ചു മുമ്പ് GSTR 6 പറഞ്ഞു. എപ്പോഴാണ് പറഞ്ഞത്, ഒരു മാസം നമ്മൾ ഉള്ള ITC ആ മാസം തന്നെ കൊടുത്തു തീർക്കണം. അതിന്റെ ഡീറ്റെയിൽസ് GSTR 6 പറയണം. അത് ഇവരുടെ റിട്ടേൺ ആണല്ലോ. അത് ഫയൽ ചെയ്യേണ്ടത് വിത്തിൻ 30 ഡേയ്സിനുള്ളിലാണ് ആഫ്റ്റർ ദ എൻഡ് ഓഫ് ദ മന്ത്. ആൻഡ് ഇതെല്ലാം GSTR 2A റിഫ്ലക്ട് ചെയ്യും, ഓട്ടോ പോപ്പുലേറ്റ് ചെയ്യും, ഓട്ടോ റിഫ്ലക്ട് ചെയ്യും. ഇവർക്കും ആനുവൽ റിട്ടേണിന്റെ ആവശ്യമില്ല. ഒരു കാര്യമുണ്ട്, ഒരു ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് രജിസ്റ്റർ ചെയ്ത ആൾക്ക് ഒരിക്കലും RCM ഓപ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ അവർക്ക് RCM വേണമെങ്കിൽ അവർ നോർമലി രജിസ്റ്റർ ചെയ്യണം, ISD എടുത്തിട്ട് കാര്യമില്ല. ഇനി ഏതെങ്കിലും ഒരു ISD ബ്രാഞ്ചിന് എക്സസ് ആയിട്ട് ITC കൊടുത്തിട്ടുണ്ടെങ്കിൽ ബ്രാഞ്ച് അത് വിത്ത് ഇൻട്രസ്റ്റ് റിട്ടേൺ ചെയ്യണം. അത് റിട്ടേൺ ചെയ്യേണ്ടത് ഫോം DRC 03 നിന്നാണ്, ഫോം GST DRC 03. അപ്പൊ ഇത്രയുമാണ് ISD കുറിച്ച് പറയാനുള്ളത്. ISD എന്താണെന്ന് മനസ്സിലാക്കുക. അത് കമ്പൽസറി ആയിട്ടും രജിസ്റ്റർ ചെയ്യേണ്ട ഫോം GST RAG 01 ആണ്. പിന്നെ അതിന് വേണ്ടിയിട്ട് അവർ ആദ്യമേ ഒരു ISD ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യണം ആസ് പെർ 54 സബ്സെക്ഷൻ 1. ഒരു മാസത്തെ ITC അതേ മാസം തന്നെ കൊടുത്ത് തീർക്കണം. അത് GSTR 6 അതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ടായിരിക്കണം. ബോത്ത് എലിജിബിൾ ആൻഡ് ഇൻഎലിജിബിൾ ITCയും ഇതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ആദ്യമേ ഏതെങ്കിലും ഒരു യൂണിറ്റിന് മാത്രമാണെങ്കിൽ അത് ആ യൂണിറ്റ് തന്നെ കൊടുക്കണം. അല്ലെങ്കിൽ അത് പ്രോറേറ്റ ബേസിസിൽ ടേൺ ഓവറിന്റെ ബേസിസിൽ കോമൺ ആയിട്ടുള്ള ITC വീതിച്ചു കൊടുക്കാം. റിട്ടേൺ ഇവരുടെ GSTR 6 അത് വിത്തിൻ 30 ഡേയ്സിനുള്ളിലായിരിക്കണം. അത് GSTR 2A ഓട്ടോ പോപ്പുലേറ്റ് ചെയ്യും. ഇവർക്ക് ആനുവൽ റിട്ടേൺ വേണ്ട, അവർക്ക് RCM ഓപ്റ്റ് ചെയ്യാൻ പറ്റില്ല. എക്സസ് ആയിട്ട് ബ്രാഞ്ചിന് ITC കൊടുത്താൽ അവർ വിത്ത് ഇൻട്രസ്റ്റ് അത് റിട്ടേൺ ചെയ്യണം. അത് GST DRC 03 അടുത്തത് ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റർ. അവരുടെ കേസിൽ കമ്പൽസറി ആയിട്ടും രജിസ്റ്റർ ചെയ്യണം. ഇവർക്കാണ് ലിമിറ്റ് ഒന്നുമില്ല. ECO ആണെങ്കിൽ അവർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ECO വഴി, ഫോർ എക്സാമ്പിൾ ഫ്ലിപ്കാർട്ട്, ആമസോൺ, ഇതൊക്കെ വഴി സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരും അവർ കമ്പൽസറി ആയിട്ട്
രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെ ഇപ്പൊ നമുക്ക് ഇപ്പൊ ഞാൻ ഫ്ലിപ്കാർട്ട് വഴി സെയിൽ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരാളാണ് അല്ലെ. അപ്പൊ അങ്ങനെയാണ്. പക്ഷെ എനിക്ക് വേണ്ടി ഈസിയോ ആണ് അവിടെ ടാക്സ് അടയ്ക്കുന്നത് എങ്കിൽ എനിക്ക് ആ ലിമിറ്റ് കിട്ടും. മീൻസ് ആ 20 lakhന് ശേഷം മാത്രം ഞാൻ കമ്പൽസറി രജിസ്ട്രേഷനിലേക്ക് പോയാൽ മതി. അല്ലാത്ത പക്ഷം അവർക്ക് ലിമിറ്റ് ഒന്നുമില്ല, കമ്പൽസറി ആയിട്ടും എല്ലാവരും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇതിന്റെ രജിസ്ട്രേഷന്റെ പ്രൊസീജിയർ സെക്ഷൻ 25 ഓഫ് ദ CGST ആക്ട് ആണ് പറയുന്നത്. എന്താ ചെയ്യേണ്ടത്? അവര് വിത്തിൻ 30 days ഫ്രം വിച്ച് ഹി ബിക്കംസ് ലയബിൾ ഫോർ രജിസ്ട്രേഷൻ. അങ്ങനെയുള്ള 30 ദിവസത്തിനുള്ളിൽ അവർ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം? അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതിനുശേഷം അങ്ങനെ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവർ എന്ത് ചെയ്യണം? GST RAG 01 കോമൺ പോർട്ടലിൽ പാർട്ട് എ ഫില്ല് ചെയ്യണം. ലീഗൽ നെയിം, പാൻ, മൊബൈൽ നമ്പർ, ഇമെയിൽ അഡ്രസ്, സ്റ്റേറ്റ് അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറി ഒക്കെ പറയണം. ഇനി എന്താ ചെയ്യുന്നത്? ഇത് സക്സസ്ഫുള്ളി വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു റെഫറൻസ് നമ്പർ ജനറേറ്റ് ചെയ്യും. അതിനുശേഷം ആ റെഫറൻസ് നമ്പർ യൂസ് ചെയ്തിട്ട് ആപ്ലിക്കന്റ് എന്ത് ചെയ്യണം? GST RAG 01 പാർട്ട് ബി അവർ എന്ത് ചെയ്യണം? ഫില്ല് ചെയ്യണം. അത് ഡ്യൂലി സൈൻഡ് ആയിരിക്കണം. സ്പെസിഫൈഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് എല്ലാം ഉണ്ടായിരിക്കണം. ഇനി ഫോം GST RAG 02 എന്ന് പറയുന്നത് എന്താണ്? ആപ്ലിക്കേഷന്റെ അക്നോളജ്മെന്റിനെയാണ് GST RAG 02 എന്ന് പറയുന്നത്. ഈ കാര്യങ്ങളെല്ലാം ശരിയായി നടന്നാൽ പ്രോപ്പർ ഓഫീസർ വിത്തിൻ 3 days ഓഫ് സബ്മിറ്റ് ചെയ്തിട്ട് 3 ദിവസത്തിനുള്ളിൽ തന്നെ അത് എന്ത് ചെയ്യും? അപ്രൂവ് ചെയ്യും. ഓക്കെ. അപ്പൊ എന്തൊക്കെയാ പറഞ്ഞ? നമ്മുടെ എല്ലാവരും എല്ലാ കമ്പൽസറി രജിസ്റ്റർ ചെയ്യേണ്ട ആൾക്കാരും എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നത്? അതാണ് പ്രൊസീജിയർ ഫോർ രജിസ്ട്രേഷൻ അണ്ടർ സെക്ഷൻ 25 പറയുന്നത്. അതിലെങ്ങനെയാ ചെയ്യുന്നത്? രജിസ്ട്രേഷന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടത് ഏത് വ്യക്തിയുടെ രജിസ്ട്രേഷൻ ആണ്? ഈസിയോടെ മാത്രമല്ല ഇത് പറയണേ. ഈസിയോടെ നമ്മൾ ആ 4 പോയിന്റ്സ് പറഞ്ഞപ്പോൾ തന്നെ തീർന്നു. ഇത് എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതായത് രജിസ്ട്രേഷന് എന്നാണ് അവർ ലയബിൾ ആവുന്നത് അതിന് വിത്തിൻ 30 daysനുള്ളിൽ അവർ അപ്ലൈ ചെയ്യണം. അതിനു മുമ്പ് GST RAG 01 പാർട്ട് എ അവർ ഫിൽ ചെയ്യണം. പാർട്ട് എയിൽ എന്തൊക്കെയാ ചോദിക്കുന്നത്? അവരുടെ ലീഗൽ നെയിം എന്താണ്, അവരുടെ പാൻ നമ്പർ എന്താണ്, മൊബൈൽ നമ്പർ എന്താണ്, അവരുടെ ഈ പാൻ, മൊബൈൽ, ഇമെയിൽ, സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി, ഇതെല്ലാത്തിനും വേണം. ഇവിടെ നമ്മൾ ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യുമ്പോൾ ഒഫീഷ്യലി നമ്മൾ ലീഗൽ നെയിം ചോദിക്കും. അപ്പൊ അതുകൊണ്ട് അതും ചോദിച്ചേക്കുക. അപ്പൊ അവർക്ക് എന്ത് ചെയ്യും? റെഫറൻസ് നമ്പർ കിട്ടും. റെഫറൻസ് നമ്പർ വെച്ചിട്ട് എന്ത് ചെയ്യണം? പാർട്ട് ബി GST RAG 01 പാർട്ട് ബി അവർ ഫിൽ ചെയ്യണം. അത് ഡ്യൂലി സൈൻഡ് ആയിരിക്കണം. എല്ലാ ഡോക്യുമെന്റ്സ് ഒക്കെ ഉണ്ടായിരിക്കണം. ഇതെല്ലാം കൃത്യമായിട്ട് ചെയ്താലാണ് ഒരു അക്നോളജ്മെന്റ് വരുന്നത്. അത് GST RAG 02 എല്ലാം കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രോപ്പർ ഓഫീസർ 3 ദിവസത്തിനകം എന്ത് ചെയ്യും? അത് അപ്രൂവ് ചെയ്യും. ഇനി പ്രോപ്പർ ഓഫീസർ 3 ദിവസമായിട്ടും ഒരു ആക്ഷനും എടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ രജിസ്ട്രേഷൻ അപ്രൂവ്ഡ് ആണെന്ന് ഡീംഡ് ടു ബി അപ്രൂവ്ഡ് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇനി പ്രോപ്പർ ഓഫീസർ ഈ കാര്യങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞപ്പം അദ്ദേഹത്തിന് കുറച്ചുകൂടി ഇൻഫർമേഷൻ ആവശ്യമാണ് നമുക്ക് രജിസ്ട്രേഷൻ തരാനെങ്കിൽ അത് നമ്മളെ അദ്ദേഹം ഇന്റിമേറ്റ് ചെയ്യണം. ആ ഇന്റിമേറ്റ് ചെയ്യുന്ന ഫോമാണ് RAG 03 GST RAG 03. അങ്ങനെ പ്രോപ്പർ ഓഫീസർ നമ്മളോട് ഇൻഫർമേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ GST RAG 04 വിതിൻ 7 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ തന്നെ അത് ചോദിച്ചിട്ട് 7 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ തന്നെ നമ്മൾ റിപ്ലൈ കൊടുക്കണം. പ്രോപ്പർ ഓഫീസർ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ വിതിൻ 7 ഡേയ്സിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യും? രജിസ്ട്രേഷൻ തരും. പ്രോപ്പർ ഓഫീസറിന് നമ്മൾ GST RAG 03 നമ്മൾ ഒരു റിപ്ലൈയും കൊടുത്തിട്ടില്ലെങ്കിൽ പ്രോപ്പർ ഓഫീസർ നമ്മുടെ ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്യുകയും അത് നമ്മളെ റൈറ്റിംഗിൽ GST RAG 05 അറിയിക്കുകയും ചെയ്യും. 7 ദിവസമായിട്ടും ഒരു റിപ്ലൈ വന്നില്ലെങ്കിൽ നമ്മൾ അത് വീണ്ടും നമ്മുടെ രജിസ്ട്രേഷൻ അത് ഗ്രാൻഡ് ചെയ്തു എന്ന് നമ്മൾ ഡീം ചെയ്യും. അതിനുശേഷം രജിസ്ട്രേഷന്റെ സർട്ടിഫിക്കറ്റ് GST RAG 06 നമുക്ക് കിട്ടുന്നത്. അതിനകത്ത് നമ്മുടെ GSTIN ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഐഡന്റിഫിക്കേഷൻ നമ്പർ ഉണ്ടായിരിക്കും. ഓക്കെ. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് നമുക്ക് നമ്മുടെ GST സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്, നമ്മുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന ഫോം ഏതാണ്? GST RAG 06. ക്ലിയർ ആണോ? അതായത് 3 ദിവസത്തിനകം പ്രോപ്പർ ഓഫീസർ എന്താ ചെയ്യുന്ന അദ്ദേഹം നമുക്ക് ഒന്നും പറയുന്നില്ല എങ്കിൽ നമ്മൾ ഡീംഡ് ടു ബി എന്ത് ചെയ്യും? അപ്രൂവ്ഡ് എന്ന് നമ്മൾ വിചാരിക്കും. നമ്മൾ ഡീംഡ് ടു ബി രജിസ്റ്റേർഡ് എന്ന് വിചാരിക്കും. ഇനി പ്രോപ്പർ ഓഫീസർ നമുക്ക് റിപ്ലൈ തന്നു. എന്താ തന്നത്? ഇനി എനിക്ക് കുറച്ചുകൂടി ഫർദർ ഇൻഫർമേഷൻ വേണം. അതായത് GSTR 3 അത് ചോദിക്കുക. നമ്മൾ അത് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ 7 ഡേയ്സിനുള്ളിൽ GSTR 4 ആ ഇൻഫർമേഷൻസ് ഒക്കെ കൊടുത്തേക്കുക. അതിൽ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ വിതിൻ 7 ഡേയ്സിനുള്ളിൽ നമുക്ക് രജിസ്ട്രേഷൻ ഗ്രാൻഡ് ചെയ്യും. ഓക്കെ. ഇനി നമ്മള് പ്രോപ്പർ ഓഫീസർ GSTR 03 നമ്മളോട് ചോദിച്ചിട്ട് നമ്മൾ ഒരു റിപ്ലൈ കൊടുത്തിട്ടില്ല എങ്കിൽ അദ്ദേഹം അത് എന്ത് ചെയ്യും? നമ്മുടെ ആപ്ലിക്കേഷനെ റിജക്ട് ചെയ്തിട്ട് അത് GSTR 5 നമുക്ക് പറയും ഇത് ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്തു എന്ന് ഇൻ റൈറ്റിംഗിൽ പറയും. അതൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ 7 ഡേയ്സിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം? ഗ്രാൻഡ് ചെയ്യും. ഓക്കെ. GSTR 06 നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്.
അതിനകത്ത് GSTIN ഉണ്ടായിരിക്കും. ഇനി നമ്മൾ ഇതിന്റെ ഇടയ്ക്ക് ഒരു കോൺസെപ്റ്റ് പറഞ്ഞില്ല, എന്താണ് ഡിസ്റ്റിങ്ക്ട് പേഴ്സൺ എന്ന് പറയുന്നത്. അതായത് ഡിസ്റ്റിങ്ക്ട് പേഴ്സൺ എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തായിരിക്കും, ഡിഫറെന്റ് GSTIN ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഐഡന്റിഫിക്കേഷൻ നമ്പർ ഡിഫറെന്റ് ആയിരിക്കും. പക്ഷെ അവർക്ക് സെയിം പാൻ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അവർ സെയിം സ്റ്റേറ്റ് ഓർ ഡിഫറെന്റ് കൺട്രി എങ്ങനെ വേണമെങ്കിലും ആവാം. പക്ഷെ അവരുടെ എന്താ പാൻ നമ്പർ സെയിം ആയിരിക്കണം. പക്ഷെ ഡിസ്റ്റിങ്ക്ട് GSTIN ആയിരിക്കും. അവർക്ക് വേണമെങ്കിൽ സിംഗിൾ ഓർ മൾട്ടിപ്പിൾ രജിസ്ട്രേഷൻസ് എടുക്കാം. അപ്പൊ അവർ മൾട്ടിപ്പിൾ രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അവരെ ഓരോ രജിസ്ട്രേഷനും ഡിസ്റ്റിങ്ക്ട് പേഴ്സൺ ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യും. ഇപ്പൊ എസ്റ്റാബ്ലിഷ്മെന്റിന്റെ കേസിലാണെങ്കിലും അങ്ങനെ ഡിസ്റ്റിങ്ക്ട് പേഴ്സൺ ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യും. ഇനി എന്താണ് ഒരു GSTIന്റെ സ്ട്രക്ചർ? ഇതെന്ന് പറയുന്നത് ഒരു പാൻ ബേസ്ഡ് ആയിട്ടുള്ള 15 ഡിജിറ്റ് ഉള്ളതാണ് GSTIN. ഓക്കെ, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഐഡന്റിഫിക്കേഷൻ നമ്പറിന് എത്ര ഡിജിറ്റ്സ് ഉണ്ട്? 15. ഇത് പാൻ ബേസ്ഡ് ആണ്. ആദ്യത്തെ 2 ക്യാരക്ടേഴ്സ് സ്റ്റേറ്റ് കോഡ് ആയിരിക്കും. ഓരോ സ്റ്റേറ്റിനും അതിൻ്റെതായിട്ട് ഓരോ കോഡ് ഉണ്ട്. അപ്പൊ ആദ്യത്തെ 2 ക്യാരക്ടേഴ്സ് സ്റ്റേറ്റ് കോഡ് ആയിരിക്കും. അടുത്ത 10 ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം അതെന്താണ്, പാൻ ആയിരിക്കും. വീണ്ടും 2 ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എൻറ്റിറ്റി കോഡാണ്. ലാസ്റ്റ് ഒരു ക്യാരക്ടർ ചെക്സം ക്യാരക്ടർ എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. ആദ്യത്തെ 2 ക്യാരക്ടർ സ്റ്റേറ്റ് കോഡ്, നെക്സ്റ്റ് 10 ക്യാരക്ടർ എന്താണ്, പാൻ. അടുത്ത 2 ക്യാരക്ടർ എൻറ്റിറ്റി കോഡ് ആൻഡ് ലാസ്റ്റ് 1 ക്യാരക്ടർ ചെക്സം ക്യാരക്ടർ. ഇനി എങ്ങനെയാണ് രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുന്നത്? സെക്ഷൻ 29 അനുസരിച്ച് എങ്ങനെയാണ് രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുന്നത്? 3 വഴിയുണ്ട്. ഒന്ന്, രജിസ്ട്രേഷൻ എടുത്ത വ്യക്തിക്ക് തന്നെ ഹിംസെൽഫ് അത് ക്യാൻസൽ ചെയ്യാം. അല്ലെങ്കിൽ പ്രോപ്പർ ഓഫീസറിന് അഥവാ GST ഓഫീസറിന് ക്യാൻസൽ ചെയ്യാം. അല്ലെങ്കിൽ അയാളുടെ ലീഗൽ ഹെയറിന് ക്യാൻസൽ ചെയ്യാം. അപ്പൊ ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ ഡീൽ ചെയ്യുന്ന സെക്ഷൻ 29 ആണ് കേട്ടോ. ഇനി ബൈ ഹിംസെൽഫ്, ഇപ്പൊ ഞാനൊരു GST രജിസ്ട്രേഷൻ എടുത്തു, എനിക്കത് ക്യാൻസൽ ചെയ്യണമെങ്കിൽ ഉള്ള റീസൺസ് എന്തൊക്കെയായിരിക്കും? ഞാൻ ഏത് ബിസിനസ് വേണ്ടിയിട്ടാണ് എടുത്തത്, അത് ആ ബിസിനസ് ഞാൻ ഡിസ്കണ്ടിന്യൂ ചെയ്തു. അല്ലെങ്കിൽ ഞാൻ ആ ബിസിനസ് വേറൊരു വ്യക്തിക്ക് സെയിൽ ചെയ്തു, അയാൾക്ക് വേറൊരു രജിസ്ട്രേഷൻ എടുക്കണം. ഞാൻ എന്റെ ബിസിനസിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ അങ്ങ് ചേഞ്ച് ചെയ്തു. ഇനി അല്ലെങ്കിൽ എനിക്ക് 20 ലക്ഷം അല്ലെങ്കിൽ 10 ലക്ഷം ലിമിറ്റിനേക്കാൾ കുറവാണ്, എനിക്കിപ്പോൾ തോന്നുവാണ് GST രജിസ്ട്രേഷൻ വേണ്ട, അങ്ങനെയാണെങ്കിലും ക്യാൻസൽ ചെയ്യാം. ഇനി എപ്പോഴൊക്കെയാണ് GST ഓഫീസർ അത് ക്യാൻസൽ ചെയ്യുന്നത്? അതായത് ആ രജിസ്ട്രേഷൻ എടുത്ത വ്യക്തി GST ആയിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ലോസ് അല്ലെങ്കിൽ പ്രൊവിഷൻസ് എല്ലാം അയാൾ തെറ്റിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ GST ഓഫീസറിന് ക്യാൻസൽ ചെയ്യാം. രണ്ടാമത്തെ കാര്യം, കോമ്പോസിഷൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അയാള് 3 കോൺസിക്യൂട്ടീവ് ഇയേഴ്സ് ആയിട്ട് അയാള് റിട്ടേൺസ് ഒന്നും ഫയൽ ചെയ്യുന്നില്ല, 3 ഇയേഴ്സ് ആയിട്ട്, അപ്പോഴാണ് ക്യാൻസൽ ചെയ്യുന്നത്. നോർമൽ രജിസ്റ്റേർഡ് എടുത്തിട്ടുള്ള വ്യക്തിയാണെങ്കിൽ അയാൾ 6 മാസമായിട്ട് എന്ത് ചെയ്തിട്ടില്ല, റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ അപ്പൊ ക്യാൻസൽ ചെയ്യും. വോളണ്ടറി രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ രജിസ്ട്രേഷൻ എടുത്തിട്ട് 6 മാസമായിട്ട് അയാൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യും. പിന്നെ അവർ രജിസ്ട്രേഷൻ എടുത്ത വല്ല തട്ടിപ്പും ഫ്രോഡൊക്കെ കാണിച്ചിട്ടാണെങ്കിലും അപ്പോഴും ക്യാൻസൽ ചെയ്യും. ഓക്കെ, അതായത് ലോസ് വയലേറ്റ് ചെയ്താലും ഫ്രോഡും ഒരു ഇതിൽ ഓർത്തിരിക്കാം. പിന്നെ വേണ്ടത് കോമ്പോസിഷൻ ആകുമ്പോൾ ഒരു 3 വർഷമൊക്കെ കൊടുക്കും. അതിനുശേഷം നോർമൽ ആണെങ്കിലും വോളണ്ടറിലി രജിസ്റ്റേർഡ് വ്യക്തിയാണെങ്കിലും 6 months ആണ്. ഓക്കെ, ലീഗൽ ഹെയർ എപ്പോഴാണ് ക്യാൻസലേഷന് വേണ്ടിയിട്ട് ഓപ്റ്റ് ചെയ്യുന്നത്? അതായത് ആ രജിസ്ട്രേഷൻ എടുത്ത വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ ലീഗൽ ഹെയറിന് വേണമെങ്കിൽ അത് ക്യാൻസൽ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കാം. എങ്ങനെയാണ് ക്യാൻസലേഷൻ നടത്തുന്ന പ്രൊസീജിയർ? ആദ്യമേ ക്യാൻസലേഷന് വേണ്ടിയിട്ട് ഒരു ആപ്ലിക്കേഷൻ കൊടുക്കണം. ഓക്കെ, അത് വോളണ്ടറി രജിസ്ട്രേഷൻ ആണ്. ഇപ്പൊ വോളണ്ടറി രജിസ്ട്രേഷൻ എടുത്തൊരു വ്യക്തിയാണ് അല്ലെ, ആരും നിർബന്ധിച്ചിട്ടില്ല, അയാൾ സ്വമേധയാ എടുത്തതാണെങ്കിൽ മിനിമം 1 year കഴിഞ്ഞിട്ടാണ് അയാൾക്ക് ക്യാൻസലേഷന് വേണ്ടിയിട്ട് പോകാൻ പറ്റുള്ളൂ. അത് അങ്ങനെ വോളണ്ടറി രജിസ്ട്രേഷൻ എടുത്ത വ്യക്തി ക്യാൻസലേഷന് പോകേണ്ട ഫോമാണ് GST REG 16 പോകേണ്ടത്. പ്രോപ്പർ ഓഫീസറാണ് ക്യാൻസലേഷൻ ആവശ്യപ്പെട്ടതെങ്കിൽ അത് GST REG 17. ഇനി ഇപ്പൊ പ്രോപ്പർ ഓഫീസർ GST REG 17 ക്യാൻസലേഷൻ ഓർഡർ വിട്ടു കഴിഞ്ഞാൽ എന്തുകൊണ്ട് എന്റെ ബിസിനസ് ക്യാൻസൽ ചെയ്യരുത് എന്ന് കാണിച്ചുകൊണ്ട് നമുക്ക് 18 GST REG 18 റിപ്ലൈ കൊടുക്കാം. ഇനി ഫോം യൂസ്ഡ് ബൈ ഇനി പ്രോപ്പർ ഓഫീസർ ക്യാൻസലേഷൻ ഓർഡർ കൊടുക്കുവാണ്. ഓക്കെ, വിത്തിൻ 30 days ഫ്രം ആപ്ലിക്കേഷൻ, 30 ദിവസത്തിനുള്ളിൽ പ്രോപ്പർ ഓഫീസർ ഇത് ക്യാൻസൽ ചെയ്യണം എന്ന് പറയുന്ന ഒരു ഓർഡർ കൊടുക്കുന്ന ഫോം GST REG 19. ആ ക്യാൻസലേഷനുള്ള ഓർഡർ ഇനി വേണ്ട, അത് നമ്മൾ അത് വിട്ടേക്ക്, ക്യാൻസൽ ചെയ്തു. ആ കാണിക്കുന്ന ഓർഡർ GST REG 20 എങ്ങനെയാ, നമ്മൾ ക്യാൻസലേഷന് ആപ്ലിക്കേഷൻ കൊടുക്കണം അല്ലെ. അത് വോളണ്ടറി രജിസ്റ്റേർഡ് വ്യക്തികൾ ആപ്ലിക്കേഷൻ ക്യാൻസൽ ചെയ്യുന്ന GST REG 16, പ്രോപ്പർ ഓഫീസറാണ് GST REG 17. എന്തുകൊണ്ട് ക്യാൻസൽ ചെയ്യരുതെന്ന് പറയുന്നത് GST REG 18. പ്രോപ്പർ ഓഫീസർ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്ത് വരുന്നത് GST REG 19. ആ ക്യാൻസലേഷനുള്ള ആപ്ലിക്കേഷൻ അത് വേണ്ട, ഇനി അത് ഡ്രോപ്പ് ചെയ്യുന്നത്, അത് ക്യാൻസൽ ചെയ്ത് കളയുന്ന GST REG 20. ഇനി
നമ്മൾ ക്യാൻസൽ ചെയ്യാൻ ഇതുപോലെ ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു, അപ്പോഴാണ് നമുക്കിത് ക്യാൻസൽ ചെയ്യരുത്. ഓക്കെ, അതാണ് റിവോക്കേഷൻ ഓഫ് ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ. അത് സെക്ഷൻ 30 ആണ് പറയുന്നത്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്. ഇതിനകത്ത് എന്താണ്, നമ്മുടെ ക്യാൻസലേഷൻ ഓർഡർ വന്നിട്ട് ഇത് നമ്മൾ എപ്പോഴാന്ന് വെച്ചാൽ പ്രോപ്പർ ഓഫീസർ നമ്മുടെ ക്യാൻസൽ ചെയ്യുന്ന സിറ്റുവേഷൻസിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഓർഡർ വന്നിട്ട് 30 ദിവസത്തിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ക്യാൻസലേഷൻ ഓർഡർ റിവോക്ക് ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കണം. ഇത് സെക്ഷൻ 30 ആണ്. ഓക്കെ, അപ്പൊ പ്രോപ്പർ ഓഫീസറിന് അത് വേണമെങ്കിൽ ശരിക്കും നോക്കിയിട്ട് അത് ഫെയർ ആണെന്ന് തോന്നുവാണെങ്കിൽ എന്ത് ചെയ്യാം, അത് അക്സെപ്റ്റ് ചെയ്യാം ആപ്ലിക്കേഷൻ, അല്ലെങ്കിൽ റിജക്ട് ചെയ്യാം. അത് നമുക്ക് എന്ത് തന്നെ ചെയ്താലും അത് ആ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുന്ന വ്യക്തിക്ക് അയാളെ ഹിയർ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കണം. ഓക്കെ, എന്നുവെച്ചാൽ ഈ ക്യാൻസലേഷനുള്ള ആപ്ലിക്കേഷൻ റിവോക്ക് ചെയ്യണം. അതിന് ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് GST REG 21 ഇപ്പൊ 20 വരെ നമ്മൾ ഇതുവരെ പറഞ്ഞു നിർത്തി അല്ലെ. ക്യാൻസലേഷൻ ഡ്രോപ്പ് ചെയ്യുന്ന പരിപാടിയാണ് 21 ക്യാൻസലേഷനുള്ള ആപ്ലിക്കേഷൻ റിവോക്ക് ചെയ്യാനായിട്ടുള്ള ആപ്ലിക്കേഷൻ കൊടുക്കാം. 22 എന്ന് പറഞ്ഞാല് പ്രോപ്പർ ഓഫീസർ എന്ത് ചെയ്യാം, പ്രോപ്പർ റീസൺ ആണെന്ന് തോന്നുവാണെങ്കിൽ അയാൾ ഓർഡർ ചെയ്തിട്ടുള്ള ക്യാൻസലേഷൻ അയാൾക്ക് റിവോക്ക് ചെയ്യാം. അത് GST REG 22 ചെയ്യുന്നത്. അത് വിത്തിൻ 30 ഡേയ്സിൽ ചെയ്യണം. ഇനി അൺജസ്റ്റിഫൈഡ് റീസൺ തന്നെയാണെങ്കിൽ അയാൾ വീണ്ടും ഒരു ഷോക്കോസ് നോട്ടീസ് REG 23 GST REG 23 കൊടുക്കണം. ആര്, GST ഓഫീസർ, ആ പ്രോപ്പർ ഓഫീസർ ആ വ്യക്തിക്ക് കൊടുക്കണം. എന്നിട്ട് അതിന്റെ റിപ്ലൈ ആ വ്യക്തി GST ഓഫീസറിന് REG 24 കൊടുക്കണം. ക്യാൻസലേഷൻ റിവോക്ക് ചെയ്യുന്നത് 22 പിന്നെ ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്യുക, അത് ക്യാൻസൽ ചെയ്തതായിട്ട് തന്നെ ഇരിക്കട്ടെ, നിങ്ങൾക്ക് ഇനി തന്നില്ല എന്നുള്ള രീതിയിൽ ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്യുന്നത് REG 05 ആയിരിക്കും.